നമസ്തേ. ഇന്നത്തെ ടോപ്പിക് റീഡിംഗ് ഡിഫിക്കൽറ്റി ഇൻ ചിൽഡ്രൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഈ ചാനൽ മെയിനായിട്ടും കുട്ടികളുടെ പഠിത്തത്തിൽ വരുന്ന തടസ്സങ്ങളും അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇത് കൂടാതെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ കുറിച്ചാണ് ഈ ചാനൽ മെയിനായിട്ടുള്ളത്. എൻ്റെ പേര് സീമ. ഞാനൊരു എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് കം റെമഡിയൽ ടീച്ചറാണ്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. റീഡിംഗ് ഡിഫിക്കൽറ്റി ഇൻ ചിൽഡ്രൻ. റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ കോംപ്ലെക്സ് പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ റീഡിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് അതിന് തടസ്സം വരാനായിട്ട് പല റീസൺസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ഫ്യൂ എക്സാമ്പിൾസും ഫ്യൂ സിറ്റുവേഷൻസും ഞാൻ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒരു 80-90% കുട്ടികൾ റെമഡിയൽസിന് വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഞാൻ ചേഞ്ചസ് വരുത്താറുണ്ട്. വെദർ ഇറ്റ് ഈസ് റീഡിങ്, റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, സ്റ്റഡി സ്കില്ലാണെങ്കിലും മെമ്മറി, അറ്റൻഷൻ, എല്ലാ ഏരിയാസിലും ഞാൻ നല്ല ചേഞ്ച് വരുത്താറുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ചില എക്സെപ്ഷണൽ കേസസ്, എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളിൽ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട് വേർ ഐ ഓൾസോ സ്ട്രഗിൾ ടു ടേക്ക് റെമഡിയൽസ്. അങ്ങനത്തെ ഒരു കേസാണ് ഞാൻ ഫസ്റ്റ് കാറ്റഗറിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കുട്ടിക്ക് ഒബ്വിയസ്ലി ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് വരുന്ന മിക്ക കുട്ടികൾക്കും ടെക്സ്റ്റ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ റെമഡിയൽസിന് ഞങ്ങളുടേതായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഞങ്ങൾ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബേസ് ലെവലിലുള്ളൊരു മെറ്റീരിയൽ, റെമഡിയലിനുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ അമ്മോൻ്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹി വാസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ബുക്ക് അടുത്തോട്ട് കൊണ്ടുപോകും, പിന്നെ ദൂരോട്ട് കൊണ്ടുപോകും, ഒരു കണ്ണടയ്ക്കും, ഒരു കണ്ണ് തുറക്കും. അങ്ങനെ ഹി വാസ് ലിറ്ററലി സ്ട്രഗ്ലിങ് ടു റീഡ്. പിന്നെ വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഒരു ഫിംഗർ വെച്ചിട്ട് ഞാൻ മോനെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു 3-4 സെൻറ്റൻസസ് കഴിയുമ്പോഴത്തേക്ക് കുട്ടി ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. പിന്നെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ റെമഡിയൽസിൽ റീഡിങ് ഏരിയയിൽ ഐ വാസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് അതൊരു എനിക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു റീഡിങ് ഏരിയയിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് ചിലപ്പം ഒരു സ്പെക്സിൻ്റെ എങ്ങാനും ചിലപ്പം ആവശ്യം കാണുമായിരിക്കും, നിങ്ങളൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഒരു ഐ ചെക്കപ്പ് ചെയ്യും. അത് കേട്ടോടുകൂടി അവർ ഡോക്ടറെ കാണിച്ചു, ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല കുട്ടിക്ക് സ്പെക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക്, പിന്നെ എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് വായിക്കാനായിട്ടെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഐ കെയിം അക്രോസ് വിഷൻ തെറാപ്പി. വിഷൻ തെറാപ്പിയിൽ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ റെമഡിയൽസിനെ ഞങ്ങൾ കുട്ടികളെ വായിപ്പിക്കാൻ പഠിപ്പിക്കും. പക്ഷേ വായിപ്പിക്കുന്നതിന് മുന്നേ കുട്ടികൾക്ക് ആ വേർഡ് ആ പേജിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് ഒരു വേർഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് വേർഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സീക്വൻസിൽ കുട്ടികൾക്ക് വായിക്കാൻ പറ്റണം. ബിക്കോസ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അതും ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അപ്പം ആ സ്ട്രെയിറ്റ് ലൈനിൽ കുട്ടിയുടെ കണ്ണ് പോകണം. അങ്ങനെ ആ സ്ട്രെയിറ്റ് ലൈനിൽ കുട്ടിയുടെ കണ്ണ് പോയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റീഡിങ് ഡിഫിക്കൽറ്റി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതേപോലെ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കുട്ടിയുടെ ലെഫ്റ്റ് ആയി ചിലപ്പോൾ ഒരു വേർഡായിരിക്കും കാണുന്നത്. ഫോർ എക്സാമ്പിൾ, വേറെന്ന് പറഞ്ഞൊരു വേർഡായിരിക്കും. റൈറ്റ് ആയി കാണുന്നത് വേറൊരു വേർഡായിരിക്കും, വാട്ട് എന്ന് പറഞ്ഞൊരു വേർഡായിരിക്കും. കുട്ടി അത് വായിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് ഓവർലാപ്പ് ചെയ്തിട്ട് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും കുട്ടി കാണുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പോൾ രണ്ട് കണ്ണും ഓവർലാപ്പ് ചെയ്തിട്ട് കാണുന്ന
ഒരു ഇമേജാണ് ഇത്. ഇത് കളർ വെച്ചിട്ട് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ഇമേജസ് ആയിരിക്കും കുട്ടികൾ കാണുന്നത്. സോ ഓട്ടോമാറ്റിക്കലി പിന്നെയും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏത് വേർഡാണ് വായിക്കാൻ ശ്രമിക്കുന്നത് ആ വേർഡിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. ഇങ്ങനെയൊക്കെ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കുട്ടിക്കൊരു വിഷൻ തെറാപ്പിയാണ് കൊടുക്കേണ്ടത്. വിഷൻ തെറാപ്പി ചെയ്യുന്ന ആൾക്കാർ ബിഹേവിയറൽ ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റെമഡിയൽസ് കൊടുക്കേണ്ടതാണ്. നമ്മൾ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഡോഗ് എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ കുട്ടികളുടെ ആൽഫബറ്റ്സ് DOG ആ ഒരു ആൽഫബറ്റ് കാണുമ്പോഴത്തേക്ക് ബ്രെയിനിൽ അത് പോയിട്ട് അത് സൗണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ആവണം. സൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ അത് കണക്റ്റഡ് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോഗ് എന്ന് വായിക്കുന്നത്. ഇപ്പം ഡോഗ് എന്നുള്ള അതിലുള്ള സൗണ്ട് എന്ന് പറയുന്നത് ഡ ഓ ഗ. ഡ ഓ എന്ന് പറയുമ്പോൾ ഡോ, ഡ ഓ ഗ ഡോഗ്. പക്ഷേ ഒരു ഫോണറ്റിക്സിൽ ഒരു ഇഷ്യൂ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ആൽഫബറ്റ്സ് അറിയായിരിക്കും, DOG എന്ന് അറിയാമായിരിക്കും, പക്ഷെ അത് സൗണ്ടായിട്ട് കൺവേർട്ട് ആവത്തില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റെമഡിയൽസ് ആണ് കൊടുക്കേണ്ടത്. റെമഡിയൽസിൽ വളരെ ബേസിക് ആയിട്ടുള്ള 3 letter വേർഡ്സ്, CBC എന്ന് പറയുന്ന 3 letter വേർഡ്സിൽ നിന്ന് ഹൈലി കോംപ്ലെക്സ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെ സിലബിഫൈ ചെയ്ത് സൗണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അതിനെ കമ്പൈൻ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും. അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റെമഡിയൽസ് ആണ് കൊടുക്കേണ്ടത്. ഇതേപോലെ തന്നെ സൈറ്റ് വേർഡ്സ് ഉണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് സൈറ്റ് വേർഡ്സ് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും. സൈറ്റ് വേർഡ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ റീഡിങ് മെറ്റീരിയൽസിലൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന വേർഡ്സ് ആണ്. അങ്ങനത്തെ വേർഡ്സ് ഇപ്പോൾ ഒരു റീഡിങ് ഇഷ്യൂ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ കുട്ടികൾ ആ വേർഡ്സ് പഠിച്ചെടുക്കും. പക്ഷെ റീഡിങ് ഇഷ്യൂ ഉള്ള കുട്ടിയാണെങ്കിൽ ആ വേർഡ്സ് പഠിച്ചെടുക്കത്തില്ല. അപ്പം ടെക്സ്റ്റിൽ എവിടെ വരുന്ന ആ വേർഡ് പെട്ടെന്ന് കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വായിക്കണം. അങ്ങനെയാണ് റീഡിങ് ഫ്ലുവൻസി കൂടുന്നത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കുട്ടികൾക്ക് ഇങ്ങനെ സൈറ്റ് വേർഡ് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ സൈറ്റ് വേർഡ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിന് നമ്മൾ ഒരു സ്പെഷ്യൽ ടെക്നീക്ക് യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. സോ ഫോണറ്റിക്സും സൈറ്റ് വേർഡ്സും സൈമൾട്ടേനിയസ്ലി കുട്ടി അക്വയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ റീഡിങ് സ്കിൽസ് ഇംപ്രൂവ് ആവും. ഇതേപോലെ തന്നെ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഫോർ സം റീസൺ ഒരു പർട്ടിക്കുലർ അക്കാഡമിക് ഇയർ കുട്ടിക്ക് ആ ഫുൾ റീഡിങ് സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റിയില്ല. ഫോർ സം റീസൺ, സപ്പോസ് കുട്ടി ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, ഫോർ സം സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റീസൺ അല്ലെങ്കിൽ സുഖമില്ലാതെ വന്ന് ഫോർ സം റീസൺ കുട്ടിക്ക് സ്കൂളിൽ പോകാത്തൊരു സിറ്റുവേഷൻ വന്ന് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും അങ്ങനെ ആ ഒരു ഇയറിലുള്ള കിട്ടേണ്ട റീഡിങ് സ്കിൽസ് ഒന്നും കുട്ടിക്ക് കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഒരു ലാഗ് വന്നിരിക്കുകയാണ്. ഈ ലാഗോടുകൂടി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടെ ടഫറായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് റീഡിങ് ഡിഫിക്കൽറ്റി അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ ലാഗോടുകൂടി തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ പോയിന്റ് വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ റെമഡിയൽസ് ആണ് കൊടുക്കേണ്ടത്. റെമഡിയൽസ് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ഇങ്ങനത്തെ ഒരു റീഡിങ് ഡിഫിക്കൽറ്റി എങ്ങാനും കുട്ടികൾക്ക് കാണുകയാണെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് അസസ്മെൻറ്റ് ചെയ്യണം. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് അവർ തരുന്ന റിപ്പോർട്ടിൽ ഓക്കെ കുട്ടിക്കൊരു റീഡിങ് ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ റീഡിങ്ങിൽ ഒരു ലാഗ് ഉണ്ടെന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾ റെമഡിയൽസിന് പോകണം. ആ രീതിയിൽ നമ്മൾ കുട്ടികളുടെ റീഡിങ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരിക്കലും കുട്ടികളുടെ റീഡിങ് ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും ഇല്ല വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി വായിച്ചോളൂ. അങ്ങനെ വരത്തില്ല.
നമ്മൾ ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ റീഡിങ് ഇമ്പ്രൂവ് ആവാനൊക്കെ ഉള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഏർലി ഇൻ്റർവെൻഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. വളരെ ചെറിയ ക്ലാസ്സിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കേണ്ടത്. നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ കൊടുത്താലും ചേഞ്ചസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ചേഞ്ച് നമ്മൾ കുട്ടികളിൽ കാണത്തില്ല. സോ ഏറ്റവും നല്ലത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു റീഡിങ് പ്രോസസ്സിലൊരു ഡിഫിക്കൽറ്റി കുട്ടികൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, വെദർ ഇറ്റ് ഇസ് റെമഡിയൽസ് ആണെങ്കിലും അല്ലെങ്കിൽ വിഷൻ തെറാപ്പി ആണെങ്കിലും എന്താണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനത്തത് കുട്ടികൾക്ക് കൊടുത്തിട്ട് ബൈ 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് ഈ ബേസിക് ആയിട്ടുള്ള റീഡിങ് റൈറ്റിംഗ് കോംപ്രിഹെൻഷനൊക്കെ നമ്മൾ കുട്ടികളുടെ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കണം. ബിക്കോസ് 6th കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ ഫുള്ളി സ്റ്റഡീസിലോട്ട് ഫോക്കസ് ചെയ്യണം. ബിക്കോസ് സ്റ്റഡീസ് ഒരുപാട് കാണും. അപ്പം വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ എന്ത് ട്രെയിനിങ്, സ്പെഷ്യൽ ട്രെയിനിങ് കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിലും അത് വളരെ ഏർലി സ്റ്റേജിൽ നമ്മൾ കൊടുക്കണം. ഇതല്ലാതെ നമ്മളിപ്പോൾ ഒരു വലിയ ക്ലാസ്സിലുള്ള കുട്ടിക്ക് ഒരു റീഡിങ് ഇഷ്യൂ ഉണ്ട്, നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റീഡിങ് അസസ്മെൻറ്റ്സ് ഒക്കെ സ്കൂളിലുണ്ടാവും. അപ്പോൾ കുട്ടിയെ ക്ലാസ്സിൽ വായിക്കാനൊക്കെ പറയുമ്പോഴത്തേക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ബേസിക് സ്കില്ലാണ്. അത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു കുട്ടിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്ക് ആ കുട്ടി ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സും, ആ കുട്ടിക്ക് എന്തൊക്കെയോ കുറവുണ്ട്. ആക്ച്വലി ആ കുട്ടിക്ക് കുറവില്ല. ബിക്കോസ് റീഡിങ് ഇഷ്യൂസ് വരാൻ പോസിബിൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ സ്മാർട്ട് ആൻഡ് എഫിഷ്യൻറ്റ് ആൻഡ് ഇൻ്റലിജൻറ്റ് കുട്ടികൾക്ക് വരെ റീഡിങ്ങിൽ ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബിക്കോസ് ആ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്ന് റീഡിങ് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ക്ലാസ്സിൽ വായിക്കാനൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് വായിക്കാൻ പറ്റാത്ത വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരും. അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുട്ടികളുടെ റീഡിങ് ഒബ്സർവ് ചെയ്യണം. എങ്ങനെയാണ് അവരുടെ റീഡിങ് സ്കിൽ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. ആൻഡ് ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ കൊണ്ട് ടെക്സ്റ്റ് വായിപ്പിക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തന്നെ ടെക്സ്റ്റ് വായിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ കുട്ടിയെ കൊണ്ട് നോട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല കുട്ടിക്കൊരു റീഡിങ് ഇഷ്യൂ ഉണ്ടോ ഇല്ലെന്ന് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ കൊണ്ട് ടെക്സ്റ്റ് വായിപ്പിക്കണം, ആ ഒരു ഹാബിറ്റ് വരുത്തണം. ആൻഡ് റീഡിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള റെമഡിയൽസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. സോ ദാറ്റ് അവർ ഇൻ ഫ്യൂച്ചർ അവർ പഠിക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർ ഫേസ് ചെയ്യാതെ വളരെ സ്മൂത്തായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും അവർക്ക് പഠിക്കാൻ പറ്റും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇൻഫോർമേറ്റീവ് ആണെന്നും. സോ പ്ലീസ് ഈ ഒരു ചാനൽ നീഡി ആയിട്ടുള്ള പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി പ്ലീസ് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. സോ താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൻഡ് ബൈ.